മാം, ഇതിൻ്റെ ടാഗ് ലൈൻ ശ്രദ്ധിച്ചായിരുന്നു, അതായത് എ മിഡ് ലൈഫ് ഗൈഡ് ഫോർ വുമൺ ആൻഡ് ദെയർ മെൻ. അപ്പോൾ മിഡ് ലൈഫ് ഗൈഡ് ഫോർ വിമൻ ആൻഡ് ദിയർ മെൻ എന്നാണ് ടാഗ് ലൈൻ. ബിക്കോസ് മിഡ് ലൈഫിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുമ്പോൾ അവരുടെ ശാരീരികമായ മാനസികമായ ചേഞ്ചസ് അവരുടെ ചുറ്റിനുമുള്ള വ്യക്തികളെ ഒരുപാട് സ്വാധീനിക്കും. ബിക്കോസ് ഒരു കുടുംബത്തിലെ മധ്യവയസ്കയായ സ്ത്രീ യൂഷ്വലി ആ കുടുംബത്തിന്റെ നെടുന്തൂണാണ്. അവരെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ഹസ്ബൻഡിന്റെ ലൈഫ്, അവരുടെ കുട്ടികളുടെ ലൈഫ്, അവരുടെ പേരൻസിന്റെ ലൈഫ് അടക്കം ചിലപ്പോ അവരായിരിക്കും അതിന്റെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിൽ ഒരു ചേഞ്ച്, പേഴ്സണാലിറ്റിയിൽ ഒരു ചേഞ്ച് നടക്കുമ്പോൾ അത് ബാക്കിയുള്ളവർ അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ, അത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ, അവർക്ക് ഏത് രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പൊ ഹസ്ബൻഡിന് അറിയില്ലെങ്കിൽ, ഹസ്ബൻഡിന് ആൾക്ക് കാണാൻ പറ്റുന്നത് ആളുടെ ഭാര്യയിലുള്ള മാറ്റങ്ങൾ മാത്രമാണ്. അതെന്തുകൊണ്ടാണ് ആ മാറ്റം എന്ന് ചോദിച്ചാൽ ഭാര്യയ്ക്കും അറിയില്ല. ബിക്കോസ് ഇതൊരു നോർമൽ ഫേസ് ആണെന്ന് നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്തോ ചേഞ്ചസ് ഉണ്ട് അവിടെ വെച്ച്. നമ്മൾ തമ്മിൽ എല്ലാവരും തമ്മിൽ ഒരു അകൽച്ച വന്നു തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരും നാച്ചുറലി, നമ്മളിത് അറിഞ്ഞില്ലെങ്കിൽ. ഇപ്പൊ ടീനേജേഴ്സിനെ നോക്കിയാൽ അവരവരുടെ റൂമിൽ പോയി അടച്ചുകൂട്ടിയിരിക്കുന്നവരാണ്. ആരോടും അധികം സമയം ചെലവഴിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അതേപോലെ ഒരു മധ്യവയസ്കയായ വീട്ടമ്മ ചെയ്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? എനിക്ക് ആരെയും കാണണ്ട, ഞാൻ റൂമിൽ അടച്ചുകൂട്ടി ഇരിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ പാചകം അത് നിങ്ങൾ ആരെങ്കിലും ചെയ്തു, ബാക്കി സ്കൂളിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വീട്ടിലെ കാര്യങ്ങൾ അത് നിങ്ങൾ ആരെങ്കിലും നോക്കിക്കെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അടച്ചുകൂട്ടിയിരുന്ന എങ്ങനെ ഉണ്ടാവും? പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ മധ്യവയസ്കയായ സ്ത്രീ അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിലും മൈൻഡിലും പേഴ്സണാലിറ്റിയിലും വരുന്ന ചേഞ്ചസ് ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്. അതിന്റെ ആവശ്യമില്ല. പക്ഷെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ അവയർനെസ് ഉണ്ടെങ്കിൽ ആവശ്യമില്ല. ആ സ്ത്രീക്ക് ഇത് അറിയാമെങ്കിൽ അവര് തന്നെ ആദ്യമേ ടെൻഷൻ അടിക്കില്ല. എനിക്ക് നാച്ചുറലി മിഡ് ലൈഫിൽ വരുന്ന ചേഞ്ച് ആണ്. അപ്പൊ ഞാനിപ്പോ ഇത് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ മിഡ് ലൈഫിലാണ്. ഞാൻ എനിക്ക് 43-ാമത്തെ വയസ്സിലാണ് ഈ ചേഞ്ചസ് ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ആ എക്സാക്ട് സെയിം ഏജിലും ആ ഇയറിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്റെ ഭാഗ്യത്തിന് വളരെയധികം മെച്യൂർ ആയിട്ടും വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റർ പൈലറ്റ് ആകുമ്പോൾ കാം ആൻഡ് പീസ്ഫുൾ ആയിരിക്കാൻ ഓൾറെഡി ശീലമുണ്ട്, ട്രെയിനിങ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ സ്പിരിച്വലി വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് എന്നെ ഈ ജേർണിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ടെൻഷൻ അടിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ, അയ്യോ ഞാനിത് എന്തിനാണ് ഇവരെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആകെ മാറി എന്നെ കഥ. വെറസ് ഹി ഹെൽപ് മീ ത്രൂ ദിസ് ഫേസ്. സോ നൗ ഞാൻ ഈ വർഷം മാർച്ചിൽ 45 വയസ്സാവുകയാണ്. ഐ എം എക്സാക്ട്ലി ഹിയർ, മിഡ് ലൈഫ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹാവിംഗ് എ മിഡ് ലൈഫ് ക്രൈസിസ്, ഐ എം ഹാവിംഗ് മിഡ് ലൈഫ് റിയലൈസേഷൻ വിച്ച് ഐ വോണ്ട് ടു ഷെയർ വിത്ത് അതർ വിമൻ. അതുകൊണ്ടാണ് വിമൻസ് ഡേയിൽ ഈ പ്രോഗ്രാം നടത്താൻ കാരണം. ഇത് വിമനോപോസ് എന്ന് പറയുന്ന ബുക്ക് ഇസ് മൈ ഡെഡിക്കേഷൻ ടു വിമൻ ആൻഡ് ദിയർ മെൻ. ബിക്കോസ് സ്ത്രീകൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ ലൈഫിലുള്ള പുരുഷന്മാരും അത് നേരിടേണ്ടി വരും. സോ ദിസ് ബുക്ക് ഇസ് ഫോർ ബോത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ കൗമാരമായാലും യൗവനമായാലും യൗവനത്തിന് ശേഷമുള്ള വിവാഹ ജീവിതമായാലും ശരി ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ചെറുതല്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്, അവിടെ ഭർത്താവാകുന്നു, ഒരു അമ്മയാകുന്നു, ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ചെറുതല്ല. അപ്പം അവിടെ ഉണ്ടാകുന്ന പ്രഷറും അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പോൾ ഒരു വുമൺ എന്ന ലെവലിൽ പറഞ്ഞാൽ വുമൺ മനസ്സിലാവും. പക്ഷേ ഒരു മെൻ ചുറ്റും നിൽക്കുന്ന മക്കൾക്കായാലും ശരി, ഭർത്താവിനായാലും ശരി, അച്ഛനായാലും ശരി, അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ്സിങ് ഇതുവരെ കറക്റ്റ് ഓർഡറിൽ പോയിട്ടില്ല. എന്താ പറയുക, നിങ്ങൾക്ക് ചെയ്തുകൂടെ, അല്ലെങ്കിൽ നിനക്ക് അറിഞ്ഞുകൂടെ എന്നുള്ള ലെവലിലോട്ടാണ്. അത് നമ്മൾ സ്ത്രീകൾ എന്ന നിലയ്ക്ക് അത് ചോദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നതിന് പകരം, എല്ലാവരും കണ്ടറിഞ്ഞ് അവരെ സഹായിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതിന് പകരം, എന്നുവെച്ചാൽ ഇനി ആ പ്രതീക്ഷ നമുക്ക് കളയാലോ. വർഷങ്ങളായിട്ട് ഇതേ പരാതിയല്ലേ സ്ത്രീകൾ പറയുന്നത്, ആരും കണ്ടറിഞ്ഞ് എന്നെ സഹായിക്കുന്നില്ല. അപ്പൊ വേണ്ട, നമുക്ക് അത് മാറ്റിയിട്ട് വേറൊരു സ്റ്റൈലാക്കാം. നമുക്ക് ആദ്യം നമ്മളെ മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് വേണ്ട സപ്പോർട്ട് എക്സാക്ട്ലി എന്താണോ അത് ഈ അവസ്ഥയിലൂടെ കടന്നു പോവാത്ത ഭർത്താവിനോടോ കുട്ടികളോടോ പറഞ്ഞാൽ അവരെങ്ങനെ ഇത് മനസ്സിലാക്കും? ഇപ്പോ ഒരു 35 വയസ്സിന് താഴെ ഇരിക്കുന്ന ഒരു യങ്ങർ സ്ത്രീയോട് പറഞ്ഞാൽ പോലും അവർക്കിത് മനസ്സിലാവില്ല. ഇപ്പൊ ഞാനൊരു ടീനേജർ അല്ലെങ്കിൽ എന്റെ 20s-ലോ 30s-ലോ പോലും എനിക്കിത് മനസ്സിലായിട്ടില്ല. ഞാനിതിപ്പോ നേരിട്ട് അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പം കാര്യമല്ല. ബിക്കോസ് ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആണ്, കംപ്ലീറ്റ് മേക്ക് ഓവർ ആണ്. അപ്പൊ അത് ഇന്റേണലി ആണ്.
അപ്പോൾ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അത് എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള, ഇപ്പൊ ഞാനാണ് പ്രശാന്തത്തിന് പറഞ്ഞു കൊടുത്തത്, ഇത് പെരിമെനോപോസ് ആണ്, ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു പോകും, നല്ല മൂഡ് സ്വിങ്സ് ഉണ്ടാവും, എൻ്റെ വെയിറ്റ് ഗെയിൻ ഞാൻ ഇനി ഇങ്ങനെ കൺട്രോൾ ചെയ്യണം, എൻ്റെ ഡയറ്റ് ഞാൻ അങ്ങനെ ആക്കണം, എൻ്റെ ഉറക്കം ഞാൻ ശരിയാക്കണം. അപ്പോൾ പ്രശാന്തേട്ടൻ പറഞ്ഞ് എത്രയേ ഉള്ളൂ, ഞാൻ ഇതിലെന്താ ചെയ്തു തരണ്ടേ, എൻ്റെ സൈഡിൽ നിന്ന് എന്താ സഹായം വേണ്ടത്, അത് കൃത്യമായിട്ട് പറഞ്ഞു തരണം. ബിക്കോസ് എനിക്ക് ഈ പറയുന്ന ഒന്നും മനസ്സിലാവില്ല. എനിക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ 5 ഹോർമോൺസ് ഒന്നും എനിക്കില്ല. എനിക്കുള്ളത് ഒരു ഹോർമോണാണ് പ്രൊഡോമിനൻ്റ്ലി. അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ഞാൻ എക്സസൈസ് ചെയ്യും, എനിക്ക് മസിൽ വരും. ഇതൊക്കെയാണ് ഞാൻ 24 hours എൻ്റെ ഹോർമോണൽ സിസ്റ്റം റീബൂട്ട് ആവും. ഞാൻ വളരെ സ്റ്റഡി ആയിട്ട് എല്ലാ ദിവസവും ഒരുപോലെ 24 hours സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഡെയിലി റൂട്ടീനിൽ പോകാൻ പറ്റുന്ന ഒരാളാണ്. നിങ്ങൾ 28 ദിവസത്തിൽ 28 വേറെ വേറെ ആൾക്കാരാണ് ഓരോ ദിവസവും. അപ്പോൾ അതെങ്ങനെയാണ് എന്നൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഞാൻ എൻ്റെ പാട്ട് ചെയ്തോളാം. അപ്പോൾ അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ പല ദാമ്പത്യത്തിലും അവർ കല്യാണം കഴിച്ചത് 20s അപ്പോൾ ലേഡി 40s എത്തുമ്പോൾ 18 or 20 വർഷം കല്യാണത്തിന് ശേഷം ഭർത്താവ് നോക്കുമ്പോൾ ഇവളെന്താ ഇപ്പൊ ഇങ്ങനെ. ഇപ്പൊ പ്രശാന്തേട്ടന് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, എന്നെ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 43 വയസ്സാണ്. അപ്പൊ ഓക്കെ, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഹി ഈസ് ഓൾസോ മെച്യൂർ, ഐ എം ഓൾസോ മെച്യൂർ. മിഡ് ലൈഫിൽ കല്യാണം കഴിക്കുന്ന രണ്ടുപേരും ഓൾറെഡി മെന്റലി ആൻഡ് സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി മെച്യൂർ പീപ്പിൾ ആണ്. പക്ഷെ പലരും കല്യാണം കഴിച്ചത് വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചു, ഒരു രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 40കളിൽ വൈഫ് പെട്ടെന്ന് മാറി തുടങ്ങുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നത് ഇവളെന്ത് ഇപ്പൊ ഇങ്ങനെ, ഇവളിങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്താണ് ആ സംഘർഷം വരുന്നത്. അപ്പൊ നമ്മളെല്ലാം ആദ്യം തൊട്ടൊന്ന് പുതുക്കി, ഇപ്പൊ നമ്മുടെ കുട്ടികളല്ലല്ലോ ടീനേജേഴ്സ് ആവുമ്പോൾ അവരോട് അവർ കുട്ടികളായിരുന്ന പോലെയല്ലല്ലോ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ സ്മോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ദാറ്റ് എക്സിസ്റ്റ്. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നികത്താൻ 100% ഈ ബുക്കിന് പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. ആ കോൺവെർസേഷന് ഒരു തുടക്കം കുറിക്കാൻ ഉള്ള ശ്രമമാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇനി ഒരുപാട് ചർച്ചകളും ഒരുപാട് നോർമലൈസ്ഡ് ആവണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ടോപ്പിക്ക് ഓപ്പൺ ആയിട്ട് അവർ തമ്മിൽ സംസാരിക്കാൻ പറ്റണം. ഇതിലുള്ള ദുരൂഹതകളൊക്കെ മാറിപ്പോണം. സംസാരിച്ചാൽ തീരുന്ന ദുരൂഹതകളേ ഉള്ളൂ. ഇത് സംസാരിച്ചു കഴിഞ്ഞ് ഈ ദുരൂഹതയൊക്കെ മാറുമ്പോൾ ഫീമെയിൽ ഹെൽത്ത് ബെറ്റർ ആവും, ദാമ്പത്യം ബെറ്റർ ആവും, കുട്ടികൾക്ക് അവരുടെ ഫാമിലീസ് കുറച്ചും കൂടി സപ്പോർട്ടീവ് സ്പേസസ് ആയിട്ട് തോന്നും. എസ്പെഷ്യലി ടീനേജേഴ്സ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോൾ പറയുന്നു ടീനേജേഴ്സ് ഒരുപാട് ഡ്രഗ് അഡിക്ഷനിലേക്കും ഒക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഈ വേണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്നുണ്ടായിരിക്കില്ല. ഇപ്പൊ നമ്മുടെ ഫാമിലി സിസ്റ്റം തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. 2 പേരൻസും വർക്കിംഗ് ആണ്. സ്ത്രീകളൊക്കെ പണ്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അവരുടെ ചുറ്റിനും. ന്യൂക്ലിയർ ഫാമിലി ലൈഫിൽ സ്ത്രീകൾ ചിലപ്പോൾ ഒറ്റപ്പെടുകയാണ്. ആ വീടിന്റെ ഫുൾ ഭാരം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. എന്നാൽ അവര് 20 മുതൽ 40 വരെ അത് ചെയ്തിട്ടുണ്ടാവും നിസ്സാരമായിട്ട്. അപ്പൊ 40കളിൽ പെട്ടെന്ന് അവര് എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്താ നിങ്ങൾക്കൊക്കെ നോക്കി കണ്ട് എന്നെ സഹായിച്ചാൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീട്ടുകാരാലോചിക്കുന്നത് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ, ഇന്നേ വരെ ഇങ്ങനെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ പറയേണ്ടത് 20കളിലും 30കളിലും 40കളുടെ തുടക്കത്തിൽ വരെ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്ന അത്രയും സ്ട്രെങ്തോ എനർജിയോ ചിലപ്പോ മെന്റൽ ക്ലാരിറ്റിയോ ഒന്നും ഇപ്പൊ പറ്റുന്നില്ല. അതൊരു പോരായ്മയല്ല, അതൊരു നാച്ചുറൽ ചേഞ്ച് ആണ്. നമ്മൾ അതിന് വേണ്ട സപ്പോർട്ടും റെസ്റ്റും കിട്ടി കഴിയുമ്പോൾ എല്ലാവരും കുറച്ചുകൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റും. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ലോട്ട് ഓഫ് ചേഞ്ചസ് ടു കം ഇൻ. അപ്പൊ ഇതൊരു നിസ്സാര കാര്യമല്ല, പക്ഷെ ഇതൊരു വളരെ ക്ലിയർ കട്ട് കാര്യമാണ്. സ്ത്രീകളുടെ ലൈഫിൽ അവരുടെ ഹെൽത്ത് മാറും, അവരുടെ ലൈഫ് സ്റ്റൈൽ മാറും, അവരുടെ ആരോഗ്യം മാറും, എല്ലാം ചേഞ്ചസ് നാച്ചുറലി വരും. അത് നമ്മൾ എത്ര നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്നു അത്രയും നന്നായിട്ട് നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. സ്ത്രീകളുടെ ലൈഫും അവരുടെ ഹെൽത്തും ലോങ് ടൈമിന് പെട്ടെന്ന് വാർദ്ധക്യത്തേക്ക് കൊണ്ടുവരും.